നബിയെ തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നമ്മുടെ സുന്നി ആദർശ ഗ്രൂപ്പ്, ഇതിലുള്ള ഉസ്താദുമാർ, സംഘടന സാരഥികൾ ഒരാഴ്ചത്തോളം ആയി നമ്മുടെ ചർച്ച നിർത്തിവെച്ചിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് മരിക്കുന്ന സമയത്ത് ഒരുപാട് ഹിക്മത്തോടെയുള്ള ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശങ്ങളായിരുന്നു ചർച്ച. ചില കാരണത്താൽ ചില ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ആ ക്ലാസ് റബീഉൽ അവ്വൽ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് തുടങ്ങും. ഇപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണം, മദ്ഹ് ചർച്ച ചെയ്യണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാമൊക്കെയും വളരെ അധികം സന്തോഷത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം ഈ മാസത്തിൽ നാമൊക്കെയും ലോകത്തിനെ തന്നെ പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനം വളരെ ഭംഗിയായിക്കൊണ്ട് ആ മീലാദ് നാം ആചരിച്ചു. ആ മീലാദിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ പാടുകയും കേൾക്കുകയും അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് റാലിയും ഒക്കെ നടത്തിക്കൊണ്ട് വളരെ സന്തോഷത്തിലാണ് നാം നിലനിൽക്കുന്നത്. കാരണം ഏതൊരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കാണ്ടിരിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോൾ അതിനെ ആദരിക്കാണ്ടിരിക്കാൻ, അതിലേക്ക് വില കൽപ്പിക്കാണ്ടിരിക്കാൻ ഒരു ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയതാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. എന്താണ് പറഞ്ഞത്? ഖുൽ, നബിയെ തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റഹ്മത്തൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ അംഗീകരിക്കൽ ഒരു മുസ്ലിമിന്റെ കടമയാണല്ലോ. അപ്പോ ഖുർആനിനെ അംഗീകരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിന്റെ പ്രഖ്യാപനയാണ് നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന്. ആ സന്തോഷിക്കാത്ത മനുഷ്യൻ ഖുർആൻ അംഗീകരിച്ചവനാവൂല. ഖുർആൻ അംഗീകരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
നബി തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ അതിനെ ആദരിക്കാണ്ടിരിക്കാൻ, അതിനെ ബഹുമാനിക്കാണ്ടിരിക്കാൻ, അതിലേക്ക് വില കൊടുക്കാണ്ടിരിക്കാൻ അവനിക്ക് സാധ്യമല്ല. കാരണം ഖുർആനിന്റെ പ്രഖ്യാപനയാണല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുർആൻ അംഗീകരിക്കുന്ന മനുഷ്യരൊക്കെയും നബി തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ അതിനെ ആദരിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു, അതിലേക്ക് മഹത്വം കൊടുക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജനനവുമായി ബന്ധപ്പെട്ടത് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ല. അവിടുത്തെ മദ്ഹുകൾ, നബി തങ്ങൾ മദ്ഹ് പറയാൻ ഒരാൾ ഒരുങ്ങിയാൽ എത്ര മദ്ഹുകൾ പറഞ്ഞാലും തീർന്നു പോവില്ല. ബാലഗൽ മുദ്ദാഹു ഫീ ഔസഫിഹി ഫമാ ബലഗ് ബാലിഗും മിശാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറയുന്നവർ ഇങ്ങനെ മദ്ഹ് പറഞ്ഞിട്ടും എഴുതിയിട്ടും രേഖപ്പെടുത്തിയിട്ടും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ 1000-1 പോലും എത്തിച്ചിട്ടില്ല. എത്ര ആളുകളാണ് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്നത്? അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട മുഴുവൻ കിതാബിലും റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. ഖുർആനിലും തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഒക്കെയും റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് എത്ര പറഞ്ഞാലും തീർന്നു പോവില്ല. അത്രയും മദ്ഹുകളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെ ഇവിടെ പഠിച്ച കാരണം കൊണ്ടാണ് നാമൊക്കെയും ഇവിടെ താമസിക്കുന്നത്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു, കളിമൺ കൊണ്ട് സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാം മേലോട്ട് നോക്കിയ സമയത്ത് അർശിന്റെ തണ്ടം കാലിൽ എഴുതിയിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, ഇതൊരു മഹത്വമുള്ള വ്യക്തിയുടെ പേരല്ലെങ്കിൽ, ഇതൊരു ബഹുമാനമുള്ള വ്യക്തിയുടെ പേരല്ലെങ്കിൽ നിന്റെ പേരിന്റെ കൂടെ നീ ചേർത്തെഴുതുമായിരുന്നില്ല. ഇതാരുടെ പേരാണ്? അപ്പോൾ അല്ലാഹു പറയുന്നു, ആദമേ, ഇത് നിങ്ങളുടെ സന്താനങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ ഞാൻ അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുവിക്കും. ഈ കുട്ടിയെങ്ങാനും ഞാൻ പടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആദമേ, നിങ്ങളെ ഞാൻ പടക്കുമായിരുന്നില്ല, ലോകത്തിനെ ഞാൻ പടക്കുമായിരുന്നില്ല. അപ്പൊ ലോകത്തിനെ പടക്കാൻ കാരണമായവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം മദ്ഹ് ചെയ്യണം. അവിടുത്തെ മദ്ഹ് ചെയ്യുക. കാരണം നാം മദ്ഹ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നമുക്ക് ഉപകരിക്കുന്ന, മദ്ഹ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മിമ്പറുണ്ടാക്കിയ സംഭവങ്ങൾ വരെ ബുഖാരിയിലുണ്ട്. മിമ്പറുണ്ടാക്കി കൊടുത്തു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനിക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ മിമ്പറിൽ കയറിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറയുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. ആ സമയത്ത് ഹസ്സാനിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹുവേ, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട്, ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് മദ്ഹ് പറഞ്ഞതായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനിക്ക് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, മദ്ഹ് പറയാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ്. അവിടുത്തെ മദ്ഹ് പറയുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ മദ്ഹുകൾ നാം ധാരാളമായി പാടുകയും പറയുകയും കേൾക്കുകയും അവിടുത്തെ പ്രകീർത്തിക്കുകയും ചെയ്യണം. കാരണം
ലോകത്ത് തുല്യതയില്ലാത്ത നേതാവാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇങ്ങനെയുള്ള ഒരു നേതാവ് ഇവിടെ വരാനുമില്ല, വന്നിട്ടുമില്ല. എല്ലാ വിഷയത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്തു. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കും ഒരുപാട് മുതലുകളും ഒരുപാട് കെട്ടിടങ്ങളും നല്ല ആഡംബര വീടുകളും. അതല്ല, അല്ലാഹുവിന്റെ ഖുർആന് തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ജീവിത കാഴ്ചപ്പാടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാത്ത എത്ര ദിവസങ്ങളുണ്ട്. ഖന്തക്കിന്റെ സമയത്ത് അതാ വയറിലേക്ക് കല്ല് വെച്ച് കെട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് മുതലുകൾ കൊടുക്കലോ കെട്ടിടങ്ങൾ കൊടുക്കലോ അല്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പർവ്വതങ്ങൾ വരെ പൊന്നായിട്ട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും അതിലേക്ക് എന്തോ ഒരു തിരിഞ്ഞുകളിയിൽ തിരിഞ്ഞു കളഞ്ഞു. കാരണം ദുന്യാവുമായി എനിക്കിന് ബന്ധം വേണ്ട. ദുന്യാവിന്റെ ബന്ധം മുറിച്ചുകൊണ്ട് ജീവിച്ചു, ഫക്കീറായി തന്നെ ജീവിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം നാം മാതൃകയാക്കണം. സഹാബാക്കളൊക്കെയും അവിടുത്തെ മാതൃക പിൻപറ്റുകയും അവിടുന്ന് ചെയ്തു കാണിച്ചതായ പാതയിൽ സഞ്ചരിക്കുകയും ചെയ്തവരാണ്. 23 വർഷത്തിന്റെ ഇടയിൽ അവരതാ സംസ്കരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവിടെന്ന് പറയുന്നു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബാക്കൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്, നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരോട് നിങ്ങൾ തുടർന്നാലും നിങ്ങൾ നേർവഴി സിദ്ധിച്ചു, നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചു എന്നാണ്. ആ സഹാബാക്കൾ അവിടുത്തെ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിച്ചവരാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അറിയുമല്ലോ അവരുടെ ജീവിതം. റസൂലുള്ള അവിടുത്തെ മുത്തബി സുന്ന എന്ന പേരുള്ള മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം മുഴുവനും അവിടുന്ന് കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റസൂലുള്ള കാല് വെച്ച അതേ സ്ഥലത്ത് കാല് വെക്കുകയും റസൂലുള്ള ഖളാഉൽ ഹാജത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഇബ്നു ഉമർ തങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിലും റസൂലുള്ള ഇരുന്ന സ്ഥലമാണല്ലോ എന്ന രൂപത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് അത്രയും റസൂലുള്ളാഹിനെ പിൻപറ്റിയവരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. അവരൊക്കെയും സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്ന സമയത്ത് അവിടുത്തെ തിരുചര്യ നാം പാലിച്ചുകൊണ്ട് നാമും ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. അതിന് നാം അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് ആ സഹാബാക്കൾ ജീവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പാത നാം പിൻപറ്റേണ്ടതുണ്ട്. അവിടുത്തെ പാത പിൻപറ്റിയത് കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് തോൽവി സംഭവിക്കൂല. ഇന്ന് ശാസ്ത്രലോകം അവിടുന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400 വർഷത്തിന് മുമ്പ് ഇവിടെ പ്രചരിപ്പിച്ചതായ ഇവിടെ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അതാ ഇസ്ലാമിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന വിഷയം കൂടിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് വെളിച്ചം പോലെ പകല് പോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് തുമ്പിയവന് അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന്. തുമ്പുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഹാർട്ട് നിന്നു പോകുന്നതാണ്.
അതിനെ പിന്നെയും നിലനിർത്തിയ ഒരാളുടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് ശാസ്ത്രലോകം സമ്മതിക്കുകയാണ്. ആ ദൈവത്തിനൊരു സ്തുതി ആവശ്യമാണ് എന്ന് ഇന്നത്തെ ശാസ്ത്രലോകം സമ്മതിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശമാണ്, ഏറ്റവും വലിയ മെസ്സേജാണ് ഇന്നിവിടെ വെളിച്ചത്തിൽ വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിനെ പലരും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ വെളിച്ചത്തിന്റെ ആ വാക്യങ്ങളും വെളിച്ചത്തിന്റെ ആ നിയമങ്ങളും കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബൃഹത്തായ, അത്രയും മഹത്തായ ഒരു ദീനിന്റെ അനുയായികളാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് ഏറ്റവും ലോകത്ത് തുല്യതയില്ലാത്ത ഒരു നേതാവിന്റെ അനുയായിയാകാനും ഭാഗ്യം ലഭിച്ചു. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സ്നേഹിച്ചുകൊണ്ട്, അവിടത്തെ മുഹിബ്ബായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടത്തെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെക്കാളും നമ്മുടെ മുഴുവൻ ജനങ്ങളെക്കാളും എന്ന് വേണ്ട സ്വന്തം നഫ്സിനേക്കാളും ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം ഉമ്മ ബാപ്പയിൽ ഒരു പക്ഷേ നമുക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഗുണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആഖിറത്തിലും ദുനിയാവിലും ഇരുലോകത്തും നമുക്ക് അതാ നാളെ മഹ്ശറ മൻസബയിൽ ഒരു ചാണുമീത സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എല്ലാവരും ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയ മുഴുവൻ നബിമാരോടും രക്ഷയ്ക്ക് വേണ്ടി തേടുന്ന സമയത്ത് അവസാനമായി എത്തുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് നാളെ രക്ഷക്കത്. അപ്പോ ഞങ്ങളുടെ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും സർവത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷമുള്ള ചർച്ചകളൊക്കെ നമുക്ക് നബി തങ്ങളുടെ മദ്ഹ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ വിശുദ്ധ റബീഉൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ല കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാവരും തിരുത്തി തരുമെന്ന പ്രതീക്ഷയോടുകൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.